ഹലോ ഗൈസ്, എൻ്റെ പുതിയ റെസിപ്പിയിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ ഉമ്മ ഇവിടെ ഉണ്ടാക്കിയത് മീൻ പത്തിരിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കിയാലോ. അയ്യവ, സൂപ്പർ, അടിപൊളി. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഹലോ ഗായ്സ്, നമുക്കെങ്ങനെ മീൻ പത്തിരി തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. മീൻ പത്തിരിക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് ഫിഷ്. ഏത് ഫിഷ് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയിലമീനാണ്. അതാകുമ്പോൾ ടേസ്റ്റും കൂടും. നാടൻ അയിലയാണെങ്കിൽ ഉഷാറ്. അപ്പോൾ നമുക്ക് ആദ്യം അയിലമീൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അയിലമീൻ ഇടുക. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനൊപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. പണ്ട് കാലങ്ങളിൽ ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡാണെന്ന് എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതിന് മസാല തയ്യാറാക്കിയാലോ. അതിനായിട്ട് അടുപ്പ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കാം. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. മസാലയിലേക്ക് വേണ്ട മെയിൻ സാധനങ്ങളാണ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സവാളയാണ്. അതും ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ച സവാളയാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണയുമായിട്ട് ഈ മസാല ഒന്ന് റെഡിയാക്കാൻ വേണ്ടി സവാള നന്നായി ഇളക്കി പിങ്കിഷ് ടു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ച കുത്തൊക്കെ മാറി നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളി വാടാൻ വേണ്ടി മാത്രം ഒരു ഉപ്പ് നമുക്കിതിൽ ആഡ് ചെയ്യാം. വീണ്ടും നമ്മൾ ഇളക്കി നന്നായി മിക്സാക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീനിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ മീൻ പത്തിരി തയ്യാറാക്കാനുള്ള മാവ് കുഴയ്ക്കാനുള്ള നമുക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മീൻ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞതിൻ്റെ മീൻ മാത്രമായിട്ട് നമുക്ക് എടുക്കണം. ചൂടുണ്ട്. നമ്മൾ ഓരോ പ്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് മീൻ മാത്രം. നമുക്ക് മുള്ള് നമ്മൾ വളരെ സൂക്ഷിക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മുള്ള് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വേണം കൊടുക്കാൻ. അപ്പോൾ അതിന് ഓരോന്നായിട്ട് നമുക്ക് അതിൻ്റെ മുള്ളിൽ നിന്ന് മീനൊക്കെ വേർതിരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഉടയ്ക്കാം. നമുക്ക് ചിക്കനൊക്കെ മിക്സിയിൽ അടിക്കുന്നത് പോലെ അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലയിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, അതായത് 1/2 ടീസ്പൂൺ മുളക് പൊടി മതിയാവും. നമ്മൾ മീനിൽ മുളകും മഞ്ഞളൊക്കെ ഇട്ടതുകൊണ്ട് ഈ ഉള്ളിലേക്കുള്ള മസാല മാത്രം ചേർത്താൽ മതി. അങ്ങനെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മീനില്ലേ, മുള്ളൊക്കെ കളഞ്ഞ് വെച്ച മീൻ നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മൾ 1 കിലോത്തോളം അയിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് എടുത്താൽ മതി. അപ്പോൾ അതിനൊരു ഇടത്തരം വലിപ്പമുള്ള സവാള അങ്ങനെ നോക്കി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ മീനും അതിലേക്ക് ഇട്ട് നമ്മൾ മസാലയൊക്കെ നമ്മൾ നല്ല രസത്തിലായിട്ടുണ്ട്. നല്ലൊരു കളറും ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല. നമുക്ക് മസാല വേണമെങ്കിൽ തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നും. നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് മാവ് വയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് വെള്ളം നന്നായി തിളച്ചിട്ട് അത് ഈ പൊടിയിലേക്ക്, ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഇതിൽ കുഴച്ചെടുക്കണം. ആദ്യം നമ്മൾ പാത്രത്തിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു സ്ലാവുമലോ എന്തെങ്കിലും തിണ്ടുമ്പോൾ നല്ല തുടച്ച് വൃത്തിയാക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ, നല്ല ചൂടുണ്ടാവും ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആവുന്ന ആ ചൂടോടെ കുഴച്ചാലാണ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ആ സോഫ്റ്റ് ആവുന്നത് നല്ല കുഴച്ചത് കണ്ടില്ലേ, ഈ ഒരു പരിവായി കിട്ടണം. നമ്മളെ കയ്യിലൊട്ടാതെ നല്ലൊരു സോഫ്റ്റ്, നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നല്ലൊരു സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് കുഴച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് ഈ മീൻ പത്തിരി ഉണ്ടാക്കാനുള്ള അടച്ചെമ്പ് വയ്ക്കാം. അടച്ചെമ്പിൽ ഇത് ആവിയിൽ വേവിക്കുന്ന ഫുഡാണ്. അപ്പോൾ അത് ചെമ്പ് വയ്ക്കുക. എന്നിട്ട് വാഴയില വേണം കേട്ടോ. നമ്മൾ വാഴയില വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ വാഴയില നമ്മൾ ഒരു ചെറിയ കഷ്ണം വാഴയില എടുത്ത്, അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവുന്ന ഒരു ഉണ്ട മാവ് എടുത്തിട്ട് ഇതേപോലെ പരത്തുക. നന്നായിട്ട് പരത്തുക. നമ്മൾ ഈ 2 കൈ യൂസ് ചെയ്ത് നമുക്ക് ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ ആ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട്, ഭയങ്കര തിന്നാവരുത്, കാരണം പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് 2 പത്തിരി വേണം. ഇതിൻ്റെ നടുക്ക് മസാല വെച്ചിട്ടാണ് ഈ 2 പത്തിരിയും കൂടെ ഒപ്പരം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ 2 പത്തിരി നന്നായിട്ട് കുഴച്ച് മറച്ചു വിട്ടിട്ട് കുഴക്കുക. അങ്ങനെ തിന്നായിട്ട് നമ്മൾ നല്ല വട്ടത്തിൽ നല്ല ഷേപ്പോട് കൂടെ നമ്മളിങ്ങനെ പരത്തി എടുത്തിട്ട്, അപ്പോൾ നമ്മൾ ഒരു പത്തിരീൻ്റെ മേലെ നമ്മൾ നേരത്തെ മീനിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചില്ലേ, അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഭയങ്കര കട്ടിയിലിടരുത്. എല്ലായിടത്തും ചുറ്റും ഇങ്ങനെ ആ പത്തിരീൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് മസാല എല്ലായിടത്തും ഇത് കണ്ടില്ലേ, ഇതുപോലെ ആക്കാം. എന്നിട്ട് മറ്റേ പത്തിരി വാഴയിലൂടെ തന്നെ മറ്റേ പത്തിരി ഇതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് സൈഡൊക്കെ വിട്ട് പോവാണ്ട് നിൽക്കാൻ വേണ്ടി നമുക്കിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒട്ടി കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ സൈഡൊക്കെ ഒട്ടിച്ച് കണ്ടില്ലേ, ഇതേപോലെ ഒട്ടിച്ച് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയോട് കൂടി, എന്നിട്ട് അതിൻ്റെ സൈഡ് ആവശ്യമില്ലാത്ത ഇലകൻ്റെ അതൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല ഷേപ്പായിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഇത് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല 2 പത്തിരിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ 10-20 മിനിറ്റ് നമുക്ക് വേവിക്കേണ്ട സമയമുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ നല്ല കണ്ടില്ലേ, നല്ല ഉഷാറായിട്ട് വന്നിട്ട് നല്ല വെന്ത് എല്ലായിടത്തും പുറത്തൊന്നും മസാല ആവാണ്ട് നല്ല ഷേപ്പിൽ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല ചൂടുണ്ട്, നല്ല ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നല്ലൊരു പത്തിരിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണം നമുക്കിത് യൂസ് ചെയ്യാം. കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക.